ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ ഇഷ്ടം പോലെ ആളങ്ങ് വണ്ടി കയറി. ഒരു നിവൃത്തിയില്ല, സാറൊന്നും ചോദിക്കുകയില്ല. അങ്ങനെ കണക്കിന് ആളെ കയറി. പുതുപ്പള്ളിയിലെത്തിയപ്പോൾ മാത്രം ഒരാൾ മിച്ചം. ആർക്കും അറിയില്ല, ആരെന്നും അറിയില്ല. അപ്പം സാറ് വിചാരിച്ചു നമ്മളിലുള്ള ആരുമാണ്. ശിവരാമൻ നായർക്ക് അറിയില്ല, രവി സാറിനറിയില്ല. ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് ഇരിക്കാൻ വേണ്ടി അവിടെ നിന്ന് കയറിയതാണ്. ഇവിടെ നിന്ന് മൂന്നാറൊന്നും ഒരു പരിചയമില്ല. ഒരു പരിചയമില്ല. അപ്പൊ അദ്ദേഹത്തെ മൂന്നാറുകാരനായിരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ മണ്ഡലം പോലും ആയിരിക്കില്ല, വെറുതെ ഒരു കാർ യാത്ര. അദ്ദേഹത്തിനോട് യാത്ര എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് കയറുക. ഇവർക്ക് ദേഷ്യം വരെ ആയിരിക്കുമോ? നേരെ സാറിൻ്റെ മുമ്പ് ചൂടായ സാറ് ശരിയാക്കും. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങോട്ട് പോകണം? എനിക്ക് ഇനി അങ്ങ് പോയാൽ മതി, തിരിച്ച് മൂന്നാർ പോകണം. അപ്പോൾ സാറ് പൈസയൊന്നുമില്ല. അപ്പം എൻ്റെ ശിവരാമൻ നേരെ പറഞ്ഞു, പൈസയൊന്നുമില്ലേ, നടന്നങ്ങ് പോയാൽ മതി. ഇതാ ശിവരാമൻ നേരം. അപ്പം രവി സാറിന് പറഞ്ഞു, രവി ആരെങ്കിലും ഒന്ന് അതിനെ ഉടൻ മുന്നേ ഉള്ളതിനൊക്കെ എടുത്ത് കയറ്റി അങ്ങോട്ടങ്ങ് വിടുകയും ചെയ്തു. സാധാരണ ഇതിലിങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, മാറി കയറിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഞാൻ അപ്പോഴും ചിന്തിച്ചു. അത് ആര് കയറി വന്നാലും ഇതൊക്കെ തന്നെ.